പോലീസ് ജീപ്പ് ഇടിച്ച് യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ കേസ് അട്ടിമറിച്ച് പോലീസ്. അപകടത്തിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ ചേലക്കര പൈങ്കുളം സ്വദേശി രജനിയുടെ പരാതിയിൽ കേസെടുക്കാത്ത പോലീസ് യുവതിക്കെതിരെ കേസെടുത്തു. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്ന് യുവതി. രൂപ ദിവസക്കൂലിക്ക് ബേക്കറിയിൽ പണിയെടുക്കാൻ ആദ്യ ദിനം പോകുന്നതിനിടയിലാണ് ഒറ്റപ്പാലം CI സഞ്ചരിച്ച ജീപ്പ് രജനിയെയും സുഹൃത്ത് സുജയെയും കുളപ്പുള്ളിയിൽ വെച്ച് ഇടിച്ചു തെറിപ്പിക്കുന്നത്. കുളപ്പുള്ളി മെറ്റലിന്റെ ഭാഗത്തെത്തിയപ്പോൾ വലതുവശത്തേക്കുള്ള റോഡിലേക്ക് ഇൻഡിക്കേറ്ററും കൈകൊണ്ട് സിഗ്നലൊക്കെ കാണിച്ച് ഞങ്ങൾ റോഡ് മുറിഞ്ഞ് കടന്നു. മുക്കാ ഭാഗം വരെ എത്തിയപ്പോഴേക്കും അവർ ബസ് സ്റ്റോപ്പിന്റെ അപ്പുറത്തു നിന്നുള്ള വണ്ടീനെ കണ്ടത് ഓവർ സ്പീഡിൽ പോലീസിന്റെ വണ്ടി ഓവർ സ്പീഡിൽ ഇങ്ങോട്ട് വന്നിട്ട് ബാക്കിലേക്ക് ഇങ്ങോട്ട് ഇടിച്ച് തെറിപ്പിക്കുകയുണ്ടായി. രജനിക്ക് നട്ടെല്ലിനും തലയ്ക്കും ഗുരുതരമായി പരുക്കേറ്റു. പരാതിയില്ലെന്ന് എഴുതി നൽകണമെന്നും ചികിത്സാ ചിലവ് വഹിക്കാമെന്നും CI ഫർഷാദും ഡ്രൈവറും ഉറപ്പു നൽകി. എന്നാൽ ചികിത്സാ ചിലവ് പോലും നൽകാതെ പോലീസ് ഉദ്യോഗസ്ഥർ മുങ്ങി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെ ജീപ്പിന്റെ ലൈറ്റുകൾക്ക് കേടുപാട് വരുത്തിയെന്ന് പറഞ്ഞ് യുവതികളുടെ പേരിൽ കേസെടുത്തു. അവർ പറഞ്ഞു അവരുടെ ചിലവൊക്കെ ഞങ്ങൾ എടുക്കാതെ കാരണം കൊണ്ട് കേസിനൊന്നും പോകണ്ട പറഞ്ഞിട്ട് നിന്നു. 2 മണിക്കൂറോളം അവിടെ നിന്നിട്ട് അവളേനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്തിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ പേരിൽ അവർ തിരിച്ച് കേസെടുത്തു. അവരുടെ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററൊക്കെ ഇടിച്ച് തെറിപ്പിച്ചു പറഞ്ഞിട്ട് കേസെടുത്തിട്ട് അവർ പോയി. പിന്നെ ബില്ല് കെട്ടേണ്ട സമയത്ത് പറഞ്ഞാൽ അവർ മുഴുവൻ കെട്ടില്ല, അതിനുള്ള സൂക്കടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ പോവുകയാണ് അവിടെ നിന്ന് ചെയ്തത്. സ്കൂട്ടറിൽ സഞ്ചരിച്ച തങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥർ ഇടിച്ചു വീഴ്ത്തിയെന്ന് കാട്ടി യുവതികൾ പരാതി നൽകിയിട്ടും ഷൊർണൂർ പോലീസ് പരാതി സ്വീകരിച്ചില്ല. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടും പരാതി നൽകി. ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നിറകണ്ണുകളോടെ രജനി പറയുന്നു. 24 തൃശൂർ.